കേരള പോലീസാണോ ഗുണ്ടകളാണോ? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. എന്തല്ലേ അവസ്ഥ? ഞാൻ പണ്ട് കേരള പോലീസിന് പഠിച്ചൊരു ഡെഫിനിഷൻ ഉണ്ട്. പൊളൈറ്റ്നെസ്, ഒബീഡിയൻസ്, ലോയാലിറ്റി, ഇന്റലിജന്റ്, കെയർഫുൾ, എനർജറ്റിക്. ഇതാണ്ട് ഒരു 10-12 കൊല്ലം മുമ്പ് പ്രിയപ്പെട്ട ആക്കോട് ഉസ്താദ് ക്ലാസ്സിൽ പോലീസ് എന്താണെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞു തന്ന ഒരു ഉത്തരമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കേരള പോലീസ്, നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പൊളൈറ്റ്നെസ്, മാന്യത. ഇതാണോ നിങ്ങൾ ഈ കണ്ട ഈ അമ്മയുടെ നിലവിളിയിൽ മനസാക്ഷിയില്ലാത്തവരെ എന്ന് നിങ്ങളുടെ അമ്മയുടെ മടിത്തട്ടിൽ നിന്നും ടീച്ചറിന്റെ ചുണ്ടിൽ നിന്നും പറഞ്ഞു തരുന്ന മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ കുറെ പാഠങ്ങളുണ്ട്. അത് കേരള പോലീസിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ അത് നിങ്ങൾ ഊരിക്കളയുകയാണോ? നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? എൻ്റെ ജൂറിസ്ഡിക്ഷനിലെ ഓരോ ആളുകളുടെ സ്വത്തിനും സമ്പത്തിനും പരിരക്ഷണം കൊടുക്കും. സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തേക്ക് എത്ര ആംബുലൻസുകളാണ് പോയത്? നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇത്തരം ഒരു ഒഴിപ്പിക്കലിന് അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടിക്രമങ്ങളുമായി വരുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് ബലം പ്രയോഗിക്കുമ്പോൾ അവരുടെ ജീവന് വിലയില്ലേ? ഒരു ആംബുലൻസ് സംവിധാനം ഇല്ലാതെയാണോ നിങ്ങൾ ഇങ്ങനെ നോക്കൂ. ആ അച്ഛൻ അസ്വസ്ഥത കാണിക്കുമ്പോഴത്തേക്ക്, ആ പ്രായമായ പിതാവ് അസ്വസ്ഥത കാണിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നത് മാറ്റി നിർത്തുമെന്നാണ്. അദ്ദേഹത്തെ ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ എന്തുകൊണ്ട് അദ്ദേഹം ശ്രമിക്കുന്നില്ല? അത് അയാളുടെ ഡ്യൂട്ടിയാണ്. തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സാധാരണക്കാരന്റെ ജീവന് വില കൽപ്പിക്കുക എന്നുള്ളത് യൂണിഫോം ഇട്ടൊരു പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ്. സർ, നിങ്ങൾ അതിനാണ് ശമ്പളം വാങ്ങുന്നത്. നിങ്ങളുടെ അധികാര പരിധിയിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവനും സ്വത്തിനും സമ്പത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ പറയേണ്ട വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ മുകളിൽ നിന്ന് കിട്ടുന്ന ഉത്തരവുകളെ നടപ്പാക്കുന്നതിനപ്പുറം നിങ്ങൾ മാനുഷികമായ പരിഗണന കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട പുതിയ ഗവൺമെന്റ്, വി.ഡി. സതീശൻ സർ, ഇത്തരത്തിൽ പുതിയൊരു അപ്ഡേറ്റ്, മാറ്റം നിങ്ങൾ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിന് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. അത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ അവിടുന്ന് പിൻവലിക്കാനുള്ള താങ്കളുടെ ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ ഈ കോട്ടും ടൈയും കെട്ടിവരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പ്രൊട്ടക്ഷൻ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇവിടെ എങ്ങനെയാണ് നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും ഉണ്ടാകാതെ ഇരിക്കുന്നത്? ഇത്തരത്തിൽ ക്രൂരമായി നടപടികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിലവിളിക്കുന്ന അമ്മമാരുടെ മക്കള്, അച്ഛന്മാരുടെ മക്കള്, അവര് നാളെ ഇത്തരത്തിൽ തങ്ങളുടെ മാതാപിതാക്കളോട് ക്രൂരത കാണിച്ച ഉദ്യോഗസ്ഥരെ അവരോട് ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുകയില്ലേ? അപ്പൊ ഇത്തരത്തിൽ മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളും ഒന്നും കേരളത്തിൽ ജനിക്കുന്നതല്ല, അവരെ ജനിപ്പിക്കുന്നതാണ്. സർ, അവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവര് നിരായുധരായ കുട്ടികളും അമ്മമാരും സ്ത്രീകളുമാണ്. അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ എന്തിനാണ് ബലം പ്രയോഗിക്കുന്നത്? അവരുടെ വിഷയം എന്തോ ആയിക്കോട്ടെ. ഞാൻ അവരുടെ വിഷയത്തിന്റെ കാമ്പിലേക്കോ അതിന്റെ കോർട്ട് ഓർഡറിലേക്കോ ഒന്നും പോകുന്നില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിലവിളിക്കുന്ന നിരായുധരായ കുട്ടികളാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ്. അവർക്ക് മുമ്പിൽ നിങ്ങൾ ബലപ്രയോഗം നടത്തുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഇടം വലം നോക്കാതെ മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് ചെയ്യാനുള്ളതല്ല. അവിടെ നിങ്ങൾ മനുഷ്യത്വത്തെ പരിഗണിക്കണം. നിങ്ങളുടെ മുമ്പിലേക്ക് അത്തരത്തിലൊരു മനുഷ്യന്മാര് വന്ന് നിലവിളിച്ച് കരഞ്ഞാൽ നിങ്ങളുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അവരെ തല്ലിച്ചതയ്ക്കാനോ അവരുടെ മേൽ ജലപീരങ്കി പ്രയോഗിക്കാനോ അവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള അധികാരമല്ല നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കേരളത്തിന്റെ പ്രിയങ്കരനായ പുതിയ ഹോം മിനിസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല സാർ, പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനായതിൽ അഭിമാനിക്കുന്നു. സാറിനോട് പറയാനുള്ളത്, പോലീസിനോടുള്ള ഇത്തരത്തിലുള്ള പോലീസിന്റെ ഇടപെടലുകൾ ഇനിയെങ്കിലും കേരളത്തിൽ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. മനുഷ്യത്വം എന്നുള്ളത്, മനുഷ്യരാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ സിറ്റിസൺസ് ആണ്. അപ്പൊ അവരുടെ നെഞ്ചത്തേക്ക് ഒന്നുമില്ലാതെ, സാർ, പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആദ്യമായി ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, 2 കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചവർക്കെതിരെയുള്ള. അതുപോലെയുള്ള ഇടപെടലുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും പോലീസുകാർക്ക് കടിഞ്ഞാണിട്ടേ പറ്റുകയുള്ളൂ. ഇവര് തല്ലിച്ചതയ്ക്കുന്നത് സാധാ മനുഷ്യരെയാണ്. അവർക്കും നോവും, അവർക്കും വേദനിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ, പ്രത്യേകിച്ച് ഇവിടെ സ്ത്രീകളും കുട്ടികളുമാണ്. സാർ, കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകം എന്നല്ല, ലോകത്തിന്റെ നാനാദിക്കിലും ചർച്ച ചെയ്യുന്ന ഒരു വലിയ വചനമുണ്ട് സാർ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു പ്രഖ്യാപനമുണ്ട്: യുദ്ധഭൂമിയിൽ നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്. ഈ വന്ന് കരയുന്നതൊക്കെ സ്ത്രീകളാണ് സാർ, കുട്ടികളാണ്. ആ കരച്ചിലിന്റെ മുമ്പിലേക്കാണ് മനുഷ്യത്വമില്ലാത്ത രൂപത്തിലേക്ക് ഇത്തരണത്തിൽ പോലീസുകാർ ചെല്ലുന്നത്. ഇവിടെ കൊന്നവനും പിച്ചി ചീന്തിയവനും ഒക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗം പറയുന്നവർ എന്തുകൊണ്ട് ഇത്തരം സാധാരണക്കാരുടെ വിഷയത്തിൽ മനുഷ്യത്വത്തെ നിങ്ങൾ പരിഗണിക്കുന്നില്ല? എവിടെയായാലും, ഏത് സമരപ്പന്തലിലായാലും, ഏത് സ്ഥലത്തായാലും സ്ത്രീകളും കുട്ടികളും ഒക്കെ വരുമ്പോൾ, നിരായുധരായി വരുമ്പോൾ
അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പുതിയ ഗവൺമെന്റ് അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. അല്ലാതെ തുറന്നു വിടുന്ന ഒരു ഇതാകരുത്. പ്രിയപ്പെട്ട കേരള പോലീസിലെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നവരോട് സ്നേഹത്തോടെ പറയുകയാണ്, ഈ അമ്മയുടെ വായിൽ നിന്ന് വന്ന വാക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആ ടൈറ്റിൽ നിങ്ങൾ മാറ്റണം. നിങ്ങൾ കേരളത്തിന്റെ കാവൽ നിൽക്കുന്നവരാകണം. അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞ് പ്രാകുന്നവരായി മാറാൻ പാടില്ല.